ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ എത്തുകയാണ്. കൂടുതൽ ദൃശ്യങ്ങൾ വരുന്നു. അവിടെ സംഘർഷം കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യമാണുള്ളത്. SFI UDSF പ്രവർത്തകർ തമ്മിലാണ് കണ്ണൂർ സർവകലാശാലയിൽ സംഘർഷം ഉണ്ടായത്. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പോലീസിന് വിദ്യാർത്ഥി സംഘർഷം നിയന്ത്രിക്കാൻ പണിപ്പെടേണ്ട സാഹചര്യമാണ് അവിടെ. ദൃശ്യങ്ങൾ പേപ്പറൊന്നുമില്ല. അവരെ പോലീസിനടുത്തേക്ക് എത്തി. വലിയ കർഷിപ്പാണോ? ആവോ കെട്ടാനാവോ? അല്ല, പിടുത്തത്തിനിടയിൽ അവരെ പിടിക്കുന്നതിനിടയിൽ. നിഖിൽ വിവരങ്ങളുമായി ചേരുകയാണ്. നിഖിൽ, ഈ സംഘർഷങ്ങളിലേക്ക് വഴിവെച്ചത് എന്താണ്? ഇപ്പോൾ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന അധിഷ എന്ന വിദ്യാർത്ഥി അറസ്റ്റിലായി എന്ന വിവരമടക്കം വരുന്നുണ്ട്. എന്താണ് ഈ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇന്ന്? ഏതായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഘർഷം ബാലറ്റ് പേപ്പർ തട്ടിയെടുത്ത് ഓടാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു SFIയുടെ പ്രതിയായി മത്സരിക്കുന്ന അതിശയെ കസ്റ്റഡിയിലെടുത്തത്. ഈ കസ്റ്റഡിയിലെടുത്തത് SFI പ്രവർത്തകർ ചോദ്യം ചെയ്തു. അതിശയെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടു. ഇങ്ങനെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഇവരെ പിടിച്ചു നിർത്തി. പിന്നീട് SFI പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി ഈ കസ്റ്റഡിയിലെടുത്ത അതിശയെ ഇവിടെ നിന്ന് മോചിപ്പിച്ചു. അതാണ് വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോയത്. ഇപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള സംഘർഷം തന്നെ നടക്കുകയാണ്. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ, ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിക്കാൻ വലിയ ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. കള്ളവോട്ട് ആരോപണം തന്നെയാണ് ഇപ്പോൾ ഇരുവിഭാഗവും പരസ്പരം ഉന്നയിക്കുന്നത്. SFIയും UDSFും ഇക്കാര്യമാണ് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ വോട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് സെന്ററിന് തൊട്ട് മുന്നിലാണ് ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഈ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലറ്റ് പേപ്പർ തട്ടിയെടുത്ത് കൊണ്ടുപോയി എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിന്റെ പേരിലായിരുന്നു ഇതിനെ തുടർന്നായിരുന്നു അതിശയെ കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ചോദിച്ചോണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥികളോട് നിൽക്കട്ടെ. ഒന്നിവന് വന്ന് കാരണക്കാരെ നേരത്തെ ഉണ്ടാടോ കവിത കാൻഡിഡേറ്റ്
തെരഞ്ഞെടുപ്പിന്റെ പോലീസുകാർക്ക് മര്യാദ ക്യാൻഡിഡേറ്റിനെ പോലും ഒരു ഘട്ടത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല. മാധ്യമങ്ങളെ മുമ്പിൽ പിടിച്ചു പ്രവർത്തകരും തമ്മിൽ സാഹചര്യമുണ്ടായി. ഈ സംഘർഷത്തിന് നിഖിൽ ചേരുന്നു വിവരങ്ങളുമായി. നിഖിൽ, ഇപ്പോഴും സംഘർഷം രൂക്ഷമായി തുടരുകയാണോ? ഇതിനിടെ വോട്ടെടുപ്പ് എങ്ങനെ നടക്കുന്നു അവിടെ? ലക്ഷ്മി, വോട്ടെടുപ്പ് ഏതായാലും ഈ സംഘർഷത്തിനിടയിലും നടക്കുന്നു. ഈ വോട്ടിംഗ് സെന്ററിന്റെ തൊട്ടു മുന്നിൽ ഇത്തരത്തിൽ ഇരു വിഭാഗത്തിന്റെയും പ്രവർത്തകർ തമ്പടിച്ച് നിൽക്കുന്നത് പോലീസ് അവരെ അവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നതാണ് ഇത്തരത്തിൽ സംഘർഷങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോൾ PS സഞ്ജീവിന്റെ പ്രതികരണം ഉണ്ട്, അതിലേക്ക് പോകാം. ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇവരോടൊക്കെ എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ തെളിവ്? ഒരു പെൺകുട്ടിയുടെ പേരിൽ MSF അക്യൂസ് ചെയ്യുന്നു. അക്യൂസ് ചെയ്ത ഉടനെ 20 മിനിറ്റ് നിങ്ങളുടെ മുമ്പിലെ ഒരു ഷോ പീസായി വിദ്യാർത്ഥിയെ മാറ്റുകയാണ്. അവരാരാണ്? കേവലം ലേമാൻ അല്ല, ഒരു കേവല വിദ്യാർത്ഥിയല്ല, അവർ സ്ഥാനാർത്ഥിയാണ്. എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട് അറിയില്ലേ? എന്തൊക്കെ? അങ്ങനെയല്ല, അങ്ങനെയൊന്നുമല്ല. അതെ, അത് പോലീസ് MSF പറഞ്ഞതിന് ശേഷം പിടിച്ചു വെക്കാണ്. അപ്പൊ ഇപ്പൊ നാളെ ഞങ്ങൾക്കെതിരെ പറയുന്നു ഇവർ പിടിച്ചു വെക്കോ? ഇപ്പൊ നേരത്തെ തൊട്ട് ഈ പറഞ്ഞ ടൗൺ SI ഇതേ സമാനമായ ക്രമത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ SFI ഭാരവാഹികളെ നീ പോടാ, നീ ആരടാ, നീ എന്താ ചെയ്യാ? നിങ്ങൾ പ്രൊവോക്ക് ചെയ്യാണ്, വിദ്യാർത്ഥികളെ പ്രൊവോക്ക് ചെയ്യാണ്. ആ പ്രൊവോക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാവുകയാണ്. ഈ പ്രശ്നത്തിന്റെ മുകളിൽ അത് ഉപയോഗിക്കുകയാണ്. അത് ആരാ ഉപയോഗിക്കുന്നത്? അത് MSFന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അകാരണമായ SFI സ്ഥാനാർത്ഥിയെ പിടിച്ചു വെച്ചാണ് നിങ്ങളുടെ? അതെ, എന്താ സംശയം? അങ്ങനെ ഒരു വനിതാ പോലീസുകാർ ഇത് രാവിലെ തൊട്ടുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. നിങ്ങൾ രാവിലെ എന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ലേ? എവിടെ പിന്നെ കൊണ്ടുപോയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം എന്താ? തട്ടിക്കൊണ്ടുപോയ UC എന്ന് പറഞ്ഞല്ലോ. ആ കുട്ടിയുടെ പേരെന്താ? ആ കോളേജ് എന്താ? അവർ വോട്ട് ചെയ്ത എന്താ? ഒരു ബന്ധപ്പെട്ട അതിന്റെ പ്രോഗ്രഷൻ എന്താ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ആദ്യം പെൺകുട്ടീന്റെ പേര് പറഞ്ഞു, പിന്നെ ആൺകുട്ടിയായി. ഇപ്പൊ അതിനെക്കുറിച്ച് അഡ്രസ് ഇല്ല. സമാനമായിരിക്കും ഇതും. പക്ഷെ ആ പെൺകുട്ടിയെ മോചിപ്പിച്ചു കൊണ്ടുപോയെന്നാണ് പോലീസ് പറയുന്നത്. ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട തെളിവുണ്ട്. ആ കുട്ടി വേറെ എവിടെയും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ആ കുട്ടി പറഞ്ഞതുപോലെ എന്തൊക്കെ നടപടിക്രമങ്ങളുണ്ട്? ഞാൻ ചോദിക്കുന്നത്, ഇതിനൊരു ജനാധിപത്യ മര്യാദ ഉണ്ടല്ലോ. അത് കേവലപരമായി രാത്രി ഇപ്പൊ നിങ്ങളെല്ലാവരും ലൈവായിട്ട് അത് കണ്ടു. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന പോലെ മാൻ ഹാൻഡിൽ ചെയ്യുന്നത് കാണുകയാണ്. അപ്പൊ എല്ലാവരും എന്താ കരുതുക? ആ കുട്ടി ഒരു കുറ്റക്കാരിയാണ്, കൊടും കുറ്റവാളിയാണ്. അത് 5-6 പോലീസുകാർ. ഈ പ്രതീതി എന്തിനാ ഉണ്ടാക്കുന്നത്? ആ കുട്ടി, അതെ, പോലീസാണ് അത് ഉണ്ടാക്കിയത്. അതും ആരുടെ ആവശ്യപ്രകാരം? MSF അക്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യണം. MSF എന്തേ ചോദിച്ചിട്ടുള്ളൂ? പ്രൊട്ടക്ഷനെ ചോദിച്ചിട്ടുള്ളൂ. തെരഞ്ഞെടുപ്പ് ജയിപ്പിച്ചേരണമെന്നൊന്നും കേരള പോലീസിനോട് പറഞ്ഞില്ല. ഞങ്ങൾ കാലിക്കറ്റിലെ ഇത് പറഞ്ഞതാ. അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവരെന്ത് വേണം? മുഴുവൻ അതിന്റെ മുമ്പിൽ 10-50 ആൾക്കാരുണ്ട്. ഈ കാണുന്ന മൊത്തം ഈ ചുറ്റുപാട്ടത്തുള്ള എല്ലാ മധ്യവയസ്കരായിട്ടുള്ള ലീഗിന്റെ നേതാക്കന്മാർ, ജമാഅത്ത് ഇസ്ലാമി, SDPI എല്ലാവരും ഇവിടെ ഉണ്ട്. അവർക്ക് പോയി പ്രൊട്ടക്ഷൻ കൊടുക്കുക. പോളിംഗ് സ്റ്റേഷനിൽ ഒരു കടലാസുമായി ഓടിപ്പോകുന്ന ഒരു വിദ്യാർത്ഥിനിയെ, അതായത് സ്ഥാനാർത്ഥിയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് പിടിച്ചു വെച്ചതെന്നാണ് പോലീസ് അടക്കം പറയുന്നത്. ഇത് ഈ പറയുന്ന അടിസ്ഥാനം എന്താണ്? അതിനെന്താണ് തെളിവ്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, എന്താണ് തെളിവ്? ആ തെളിവിന്റെ അടിസ്ഥാനം MSFന്റെ മിയർ അക്യൂസേഷൻ ആണ്. ആ അക്യൂസേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം? MSFന്റെ ആരോപണത്തിലാണ് പോലീസ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അവർ പിടിച്ചു. അത് അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് പോകുന്നത്. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ ദീപ്തി SI എന്തിനാണ് ഇത്ര പ്രൊവോക്കിംഗ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യം എന്താ? പോടാന്നൊക്കെ വിളിക്കേണ്ട കാര്യം എന്താ? വിദ്യാർത്ഥി സംഘടന പ്രവർത്തകരെ പോടാ, നീ ചെയ്യുന്ന പോലെ ചെയ്യ്. ഇങ്ങനെ ആക്ഷേപിക്കുക, പ്രശ്നം രൂക്ഷമാക്കുക. എന്തിനാ പ്രശ്നം? ഞാൻ ഇവിടുത്തെ കൺസേൺ ആയിട്ടുള്ളത് ടൗൺ SHO ആണ്. ടൗൺ SHOനോട് കുറെ നേരമായി ഞങ്ങൾ പറയുന്നു, നിങ്ങൾ പോലീസ് എന്ന് പറഞ്ഞാൽ ക്രമസമാധാന പാലനല്ലേ? അവരെ ഇവിടെ കാണുന്നില്ല. ക്രമസമാധാന പാലനല്ലേ? ആ ക്രമസമാധാന പാലനം നടത്തണ്ടേ? ഞങ്ങൾ സാധാരണ പോലീസിനെ വിളിച്ചോണ്ടൊന്നിട്ടൊന്നല്ല കണ്ണൂർ സർവകലാശാലയിൽ ഇലക്ഷൻ നടത്താറ്. ഞങ്ങൾ ഇവിടെ 25 വർഷമായി ഇലക്ഷൻ നടത്തുന്നു. ഇലക്ഷൻ നടന്നു വരുന്നു, വിജയിച്ചു വരുന്നു. തീർച്ചയായും അതെ. ഞാൻ നിങ്ങളോട് 2 ചോദ്യവും അങ്ങോട്ട് വെക്കുകയാണ്. എവിടെ തട്ടിക്കൊണ്ട് ആ UC ഡീറ്റെയിൽസ് എവിടെ? ആ UC എവിടുന്നാണ്
എന്താണ് അതിനെക്കുറിച്ച് ഇപ്പോൾ അവരുടെ അഭിപ്രായം? ഇതിനകത്ത് ബാലറ്റ് തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് പോലീസിനെ അവരെ തടഞ്ഞു വെച്ച് പരിശോധിക്കേണ്ട ആവശ്യകത ഉണ്ടല്ലോ. അല്ല, ഞാൻ പറയുന്നത് അത് അക്യൂസേഷന്റെ മുകളിലാണ്. MSFന്റെ അക്യൂസേഷന്റെ മുകളിൽ അങ്ങനെ തടഞ്ഞു വെച്ച് പരിശോധിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചോദിക്കാലോ. അവർ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനെന്തൊക്കെയുണ്ട് ചോദിക്കാം. അവർക്ക് അത് ഈ പോലീസിന്റെ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അവരിപ്പോ പലതും പറയും. പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ വേറെ ഒന്നാക്കി കൊല്ലുന്ന രീതിയും ചിലരുണ്ട്. എല്ലാവരും അങ്ങനെയാണെന്ന് പറയില്ല, ചിലർ അങ്ങനെയുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു SI ഇവിടെയുണ്ട്. ഒരു സ്ത്രീയായി പോയി. LDFന്റെ പോലീസിന്റെ ഉള്ളിലും മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ നാട്ടിലെ LDFൽ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളിലെ പ്രത്യേകിച്ച് CPMലെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ കണ്ണൂർ സർവകലാശാലയിലാണ് സംഘർഷം. ആദ്യം ഒരു വിദ്യാർത്ഥിയെ സ്ഥാനാർത്ഥിയെ കാണാനില്ല, തട്ടിക്കൊണ്ടുപോയി എന്ന പരാതി അവിടെ UDSF ഉയർത്തുന്നു. തുടർന്ന് വലിയ തോതിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ SFIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അധിഷ എന്ന ജോയിന്റ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായിട്ടുള്ള വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് പിന്നും സംഘർഷം. അവരെ ഏതായാലും പോലീസ് കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്.